കുടുംബങ്ങളിൽ നിന്ന് മക്കൾ സൗന്ദര്യമുള്ളവരാവുകയുള്ളൂ. മക്കൾ സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണാൻ ഭംഗിയുള്ള, മുഖചൈതന്യമുള്ള, തൊലിനിറം വെളുപ്പുള്ള മക്കൾ എന്നല്ല. ഇവിടെ സൗന്ദര്യമുള്ള മക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു വിഷയത്തിനു വേണ്ടിയാണോ മദ്രസയിലേക്ക് കുട്ടികളെ നിങ്ങൾ അയക്കുന്നത് ആ വിഷയത്തിൽ മക്കൾ ചെന്നെത്തിച്ചേരുക എന്നതാണ്. അപ്പോ അങ്ങനെ കുട്ടികൾ സൗന്ദര്യമുള്ളവരാവണമെങ്കിൽ, നല്ല കുട്ടികളാവണമെങ്കിൽ ആദ്യം കുടുംബ പശ്ചാത്തലം നന്നായിരിക്കണം. കലഹങ്ങൾ ഉണ്ടാകുന്ന കുടുംബത്തിൽ സൗന്ദര്യമുള്ള കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമാണ്. രാവിലെ മദ്രസയിൽ വന്നു, അത് കഴിഞ്ഞു സ്കൂളിലേക്ക് പോയി, സ്കൂളും കഴിഞ്ഞു, വൈകുന്നേരം കുട്ടി തിരിച്ചെത്തിയപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത് പോയതുപോലെയല്ല. തിരിച്ചു വന്നപ്പോൾ അന്തരീക്ഷങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു പോയിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അന്തരീക്ഷത്തിലേക്കാണ്, ഈ ഒരു സാഹചര്യത്തിലേക്കാണ് തളർന്ന ക്ഷീണിതരായി നമ്മുടെ കുട്ടികൾ വൈകുന്നേരം കയറി വരുന്നത്. എങ്ങനെയാണ് ആ കുട്ടികൾ ഇമ്പമുള്ള നല്ല കുട്ടികളായി മാറുക? കുടുംബ പശ്ചാത്തലം നന്നാവണം എങ്കിൽ മക്കൾ സൗന്ദര്യമുള്ളവരാകും, നല്ല കുട്ടികളാകും. ഇമ്പം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കുടുംബകം. എന്താ പറഞ്ഞത്? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കുടുംബകം. നേരെ മറിച്ച് കൂടുമ്പോൾ കലഹങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇമ്പമുണ്ടാവുക? ആ കുടുംബം തകർന്നു പോകും, ശിഥിലമായി പോകും. ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ നല്ല കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമാണ്, കഴിയില്ല. അപ്പോൾ കുടുംബം ഇമ്പം ഉണ്ടാവണം, കുടുംബത്തിൽ ഇമ്പം ഉണ്ടാവണം. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടേതായ ബന്ധുക്കൾ വിരുന്നുകാരായി വന്നാൽ അവർക്ക് നമ്മൾ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഒരുക്കും, ആവശ്യമായ കിടപ്പുമുറികൾ, വിശ്രമിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യും. 2 ദിവസത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിരുന്നുകാർ വിരുന്നു വന്നതെങ്കിൽ വിരുന്നു കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പോകാൻ ഒരുങ്ങുമ്പോ പറയും, നല്ല വാക്ക് പറയും, ഇന്ന് പോണ്ട, നാളെ കഴിഞ്ഞ് മറ്റന്നാ പോയാ പോരെ. ഇതൊരു കുടുംബത്തിലേക്ക് വിരുന്നു വന്നവർ വിരുന്നുകാരോട് നമ്മൾ ചെയ്യുന്ന ഒരു സൽഗുണമാണ്, ഒരു സവിശേഷതയാണ്, ഒരു സുവിശേഷമാണ്. നാളെ പോണ്ട, മറ്റന്നാൾ പോയാൽ മതി. ഇത് നമ്മളുടെ ഒരു സ്വഭാവ രീതിയാണിത്. ഇതൊരു വിരുന്നുകാരോട് നമ്മൾ കാണിക്കുന്ന ഒരു അതിഥി സൽക്കാരത്തിന്റെ പേരിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു മര്യാദയാണത്. നേരെ മറിച്ച് കലഹങ്ങൾ ഉണ്ടാകുന്ന കുടുംബത്തിലേക്കാണ് വിരുന്നു വന്നതെങ്കിൽ 2 ദിവസം ഉദ്ദേശിച്ചു വന്ന വിരുന്നുകാർ 1 ദിവസം നിന്നെങ്കിൽ നിൽക്കും. പിന്നെ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം 1 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കി അവർ തിരിച്ചു പോകും. പോകുമ്പോ ജനലിന്റെ വാതിലൊക്കെ തുറന്ന് കർട്ടനൊക്കെ ഇങ്ങനെ മാറ്റി നോക്കിയിട്ട് ഇങ്ങനെ നോക്കും, പോയിട്ടുണ്ടോ, എവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ. ഇതൊരു ദുശ്ശീലവുമാണ്. 2 കുടുംബം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി. അല്ലാഹു നമ്മുടെ കുടുംബത്തെ ഇമ്പമുള്ള കുടുംബമാക്കി മാറ്റി തരട്ടെ. ഇമ്പമുള്ള കുടുംബത്തിൽ നിന്നാണ് മക്കൾ സൗന്ദര്യമുള്ളവരാവുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി വെച്ച ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും, മക്കൾ മാതാപിതാക്കൾ കണ്ടുകൂടാത്തവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശത്രുതയിൽ കഴിയുന്നവർ. അദുവ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഈ മദ്രസയിലുള്ള 2-ാം ക്ലാസ്സുകാരൻ അറിയാം. അദുവ് എന്നാൽ ശത്രു എന്നാണ് അർത്ഥം.
ഈ മദ്രസയിലുള്ള 2ാം ക്ലാസ്സുകാരന് ആ വാക്കിന്റെ അർത്ഥം അറിയാം, അദുവ്വ് ശത്രു എന്നാണ്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് ഒരു സർവേ കൊണ്ടുവന്നു. ഞാൻ ആ സർവേ ഒന്ന് പറയാം. 100 വീടുള്ള ഒരു ഗ്രാമത്തിലെ 35 വീടുകളിലെയും ഭാര്യയും ഭർത്താവും തമ്മിൽ കഴിയുന്നത് ശത്രുതയിലാണ്, കലഹമാണ്. എന്നും കലഹമാണ്. 100 വീട് ഒരു ഏരിയയിലുണ്ടെങ്കിൽ അവിടെയുള്ള 35 വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും കലഹം, എന്നും പ്രശ്നം. അവിടെ വഴക്കോട് വഴക്ക്, എന്നും പ്രശ്നമാണ്. ഇങ്ങനെ 35 വീടുകൾ ഓരോ ഗ്രാമങ്ങളിലുമുണ്ട്. രണ്ടാമതൊരു സർവേയിൽ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്, വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയതല്ല. രണ്ടാമതൊരു സർവേയിൽ പറയുന്നത് 100 വീട് ഒരു ഗ്രാമത്തിലുണ്ട് എങ്കിൽ അവിടെയുള്ള 32 വീടുകളിലും മക്കളും മാതാപിതാക്കളും തമ്മിൽ ശത്രുതയിലാണ് കഴിയുന്നത്. വാപ്പിയും മകനും തമ്മിൽ പ്രശ്നം, ഉമ്മയും മോളും തമ്മിൽ പ്രശ്നം. ഇങ്ങനെ 32 വീടുകൾ ഒരു ഗ്രാമത്തിൽ. 100 വീടുണ്ടെങ്കിൽ 32 വീടിന്റെയും സാഹചര്യം ഇതാ. മൂന്നാമതൊരു സർവേയിൽ സ്വന്തക്കാരാൽ സ്വന്തം പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്നു. പണ്ട് കാലങ്ങളിലൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇരുണ്ട യുഗത്തിലൊക്കെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു കാലമുണ്ട്. പക്ഷെ അതിനുശേഷം സ്വന്തക്കാർ സ്വന്തം പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഉപയോഗപ്പെടുത്തുക എന്നത് ഈ അടുത്ത ഈ കാലങ്ങളിലാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ സ്വന്തക്കാരാൽ സ്വന്തം പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കുന്ന 13 വീടുകൾ ഓരോ ഗ്രാമങ്ങളിലും ഉണ്ട്. ഇത് ഞാനെടുത്ത സർവേ അല്ല, വിദ്യാഭ്യാസ ബോർഡ് കൊണ്ടുവന്നതല്ല, നമ്മുടെ ഗവൺമെന്റ് എടുത്ത ഒരു സർവേയിൽ പറയുന്നു. ഇങ്ങനെ ഒരു സർവേ എടുക്കാൻ ഒരു കാരണം കൂടി ഞാൻ പറയാം ലാസ്റ്റ് ഇൻഷാ അല്ലാഹ്. നാലാമതൊരു സർവേയിൽ എന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയമാണ്. ഭാര്യ ഭർത്താവും തമ്മിൽ സംശയിച്ചാൽ പിന്നെ അടിത്തറ നഷ്ടപ്പെട്ടു. സംശയത്തിന്റെ പേരിലാണ് സർവ്വരോഗങ്ങളും ഉണ്ടാകുന്നത്, കലഹങ്ങൾ ഉണ്ടാകുന്നത്, കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, വിരുന്നുകാർക്ക് വിരുന്നുകാരായ വീടുകളിലേക്ക് വരാൻ തോന്നാത്തത് ഈ ശത്രുത, ഈ സംശയ രോഗമാണ്. 34 വീടുകൾ ഭാര്യയും ഭർത്താവും സംശയത്തോടെ നോക്കിക്കാണുന്ന 34 വീടുകളുണ്ട് എന്നാണ് ഗവൺമെന്റ് കണ്ടെത്തിയത്. മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു എന്നതാണ് 5ാമത്തെ സർവേയിൽ. പെൺകുട്ടികളാണ് ഈ വിഷയത്തിൽ ഒന്നുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുകൂടി ഗവൺമെന്റിന്റെ സർവേയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആൺകുട്ടികളെക്കാൾ ഈ വിഷയത്തിൽ പെൺകുട്ടികളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുത്തും സ്വയം ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ പെൺകുട്ടികൾ ഈ വിഷയത്തിൽ ആൺകുട്ടികളെക്കാൾ മുൻപന്തിയിലുണ്ട്. ഞാൻ എത്ര എണ്ണം പറഞ്ഞു നിങ്ങൾ മനസ്സിലുണ്ടോ? 5 എണ്ണം പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ചെറിയ രൂപത്തിൽ അതിനൊരു വ്യാഖ്യാന വിശദീകരണം കൊടുത്തുകൊണ്ട് പറയാം. ആദ്യം പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമുള്ള 35 വീടുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇതേപോലെ ഒരു മദ്രസ ഇൻസ്പെക്ഷൻ നടത്തി ഞാനിങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥയായ പെണ്ണിനെ തന്റെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. ഇവർ തമ്മിലുണ്ടായ വിവാഹം ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു സംഭവം മാത്രമൊന്നുമല്ല. അതിനുശേഷം സമാനമായ വാർത്തകൾ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷെ ഈ വിഷയം പറയാൻ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കണമല്ലോ, എല്ലാ രക്ഷിതാക്കളെയും ഇത് കാണിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാനൊരു കോപ്പി ഇതിന്റെ കട്ടിങ് സൂക്ഷിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രം. ഇവർ തമ്മിലുണ്ടായ വിവാഹം പ്രേമബന്ധത്തിലൂടെ ഉണ്ടായ വിവാഹമാണ്. ഏതൊരു മനുഷ്യനും അറിയാം
പ്രേമബന്ധത്തിലൂടെ ഉണ്ടായ വിവാഹം അത് നിലനിന്ന് കിട്ടാൻ പ്രയാസം. ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ അയക്കുമ്പോ, ഡിഗ്രിക്കൊക്കെ അല്ലെങ്കിൽ +1 കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുള്ളത്. അവസാനം നമ്മൾ ഗതികെട്ടുകൊണ്ട് ആ കാമുകന് നമ്മുടെ മകളെ കെട്ടിച്ചു കൊടുക്കും, വിവാഹം ചെയ്തു കൊടുക്കും. ഗതികെട്ടത് കൊണ്ട് എല്ലാവർക്കും അറിയാം ഈ ഒരു ബന്ധം നിലനിന്ന് കിട്ടാൻ പ്രയാസമാണ്. ഏതൊരാൾക്കും അറിയാം ഇതൊരു ഏതൊരാൾക്കും അറിയാം ഇങ്ങനെയുള്ള ബന്ധം നിലനിന്നു കിട്ടാൻ പ്രയാസമാണ്. ഇവൾ പോലീസ് ഉദ്യോഗസ്ഥയാണ്. പോലീസ് ഉദ്യോഗസ്ഥയായ ഈ പെണ്ണിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി. അവരോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരായ പുരുഷന്മാരോടൊപ്പം നടക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അതവരുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരന് ഇവളുടെ കാര്യത്തിൽ സംശയം തോന്നി. സംശയരോഗമാണ് എല്ലാത്തിന്റെയും മറവിൽ. ഇവൾക്ക്, ഈ ചെറുപ്പക്കാരന് തോന്നി, ഞാൻ പിടിച്ചയിടത്ത്, ഞാൻ പറഞ്ഞയിടത്ത് എനിക്ക് വഴിപ്പെടാതെയാണല്ലോ ഞാൻ കെട്ടിയവൾ പോകുന്നത്. വഴി സഞ്ചാരം മാറിപ്പോയതുപോലെ ഇങ്ങനെ അതിന്റെ തുടക്കം ഇങ്ങനെ വരാൻ തുടങ്ങി. അവസാനം കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അകന്ന് കഴിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് മധ്യസ്ഥ ചർച്ചകളൊക്കെ ഇവർ തമ്മിലൊന്ന് അരിഞ്ഞു കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ പല ആളുകളും നടത്തി നോക്കി. പക്ഷേ ഫലം നെഗറ്റീവായിരുന്നു. അവസാനം ഈ ചെറുപ്പക്കാരനെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ പെണ്ണിനെ പോലീസ് ഉദ്യോഗസ്ഥയായ തന്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തായിരുന്നു? സംശയരോഗമായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ അനവധി സംഭവങ്ങളുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല. രണ്ടാമത് പറഞ്ഞത്, മക്കളും മാതാപിതാക്കളും തമ്മിൽ ശത്രുതയിൽ കഴിയുന്നു. ഇതും അതേപോലെ തന്നെയാണ്. മക്കളും മാതാപിതാക്കളും, വൃദ്ധനായ ഒരു പിതാവിനെ വിശ്രമിക്കാൻ, രാപ്പകൽ വ്യത്യാസമില്ലാതെ വിശ്രമിക്കാൻ ഇടമൊരുക്കിയത് ആ വീടിന്റെ വറകുപുരയിൽ. ഒരു വൃദ്ധനായ മനുഷ്യനാണ്. തന്റെ രക്തധമനിയിലൂടെ രക്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവനുള്ള ഒരു മനുഷ്യനെ രാപ്പകൽ വ്യത്യാസമില്ലാതെ വിശ്രമിക്കാൻ ഇടമൊരുക്കിയത് ആ വീടിന്റെ വറകുപുരയിൽ. വറകുപുരയിൽ കടത്താൻ കാരണമുണ്ട്. നല്ല സൗന്ദര്യമുള്ള ഒരു വീട്, ഗൾഫിലൊക്കെ പോയി ചെറിയ തോതിലൊക്കെ ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടായി, മനോഹരമായ ഒരു വീട് വെച്ചു. വാപ്പാവുമ്പോ ഇവരൊക്കെ വയസ്സാകുമ്പോ ചില സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും. കുട്ടികളുടെ അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ മാറും. അങ്ങനത്തെ സാഹചര്യത്തെ തൊട്ട് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി കാവൽ തേടിയിട്ടുണ്ട്. അർദലുൽ ഉംറ എന്ന് പറയും. അർദലുൽ ഉംറ വരുന്നതിനെ തൊട്ട് തങ്ങൾ കാവൽ തേടിയിട്ടുണ്ട്. അഥവാ സ്വന്തം മലമൂത്ര വിസർജനങ്ങൾ കിടന്നിടത്ത്, നടക്കുന്നിടത്ത്, ഇരിക്കുന്നിടത്ത് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് റബ്ബേ എന്നെ ആക്കല്ലേ, എന്നെ അത്തരം ഒരു സാഹചര്യം എനിക്ക് വരണ്ട എന്ന് പറഞ്ഞ് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു ആയുസ്സ് കൊടുത്താൽ പിന്നെ എന്താ ചെയ്യാ? ബുദ്ധിയുടെ അവസ്ഥ മാറിപ്പോയി. അപ്പോ ഇവർക്ക് തോന്നി, ഈ കെട്ടിയോട് പറയാണ് ഈ ചെറുപ്പക്കാരനായ തന്റെ മകനോട്, ഭാര്യ ഭർത്താവിനോട് പറയാം, നിങ്ങളുടെ വാപ്പാനെ ശുചിയാക്കാനൊന്നും എനിക്ക് കഴിയില്ല. അയാള് കിടന്നിടത്ത് മൂത്രയിക്കണ്, നടക്കുന്നിടത്തൊക്കെ തുപ്പി വൃത്തികേടാക്കണ്, ഇതൊന്നും വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോ ഇവൾ പറയാം, നമുക്ക് വേണമെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വെക്കാം. ആരാ പറയുന്നത്? കെട്ടിയോളാ പറയുന്നത്. അപ്പൊ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്നതിന് മകൻ എതിർപ്പ. വാപ്പാനെ, ഈ പൊന്നുമോന് എന്തേ അതിന്? അതിപ്പോ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാൽ ഞാന് ഒന്നുമല്ലാതായി പോകൂലേ, വഷളാവൂലേ, ആളുകൾ അറിഞ്ഞ മോശല്ലേ എന്നൊക്കെ ആ രീതിയിൽ ചിന്തിച്ചു. അപ്പോ
എന്നാൽ അതിനേക്കാൾ ഉചിതം നമുക്ക് വിറക് പുരയിൽ നിന്ന് വിറക് മാറ്റാം. എന്നിട്ടോ വിറക് പുരയിലേക്ക് നമ്മുടെ പിതാവിനെ ഉപ്പയെ നമുക്ക് മാറ്റാം. ആര് തീരുമാനിച്ചു? ഇവ രണ്ടാളും തീരുമാനിച്ചു. ഈ വിഷയം നാട്ടുകാരറിഞ്ഞു. അങ്ങനെയാണല്ലോ. നാട്ടുകാർ ഇതറിഞ്ഞപ്പോൾ പത്രക്കാരെ വിളിച്ചു കൊണ്ടുവന്നു. പത്രത്തിൽ വന്ന വാർത്ത അങ്ങനെയൊന്നുമല്ല. പത്രത്തിൽ എന്താ വന്നതെന്നറിയോ? സ്വന്തം പിതാവിനെ ചിതലരിച്ച രൂപത്തിൽ കാണപ്പെട്ടു. ഇതാ വാർത്ത. നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യനെ, ഒരു പിതാവിനെ, സ്വന്തം പിതാവിനെ വിറകുപുരയിൽ പാർപ്പിക്കുന്നു മക്കൾ. വാപ്പയും ഉമ്മയും മക്കളും മാതാപിതാക്കളും തമ്മിൽ ശത്രുത. വാപ്പാക്ക് മകനോട് സ്നേഹമില്ല, മകന് വാപ്പാനോട് സ്നേഹമില്ല. വൃദ്ധയായ ഒരു അമ്മയാണ് അറുത്തു കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഞുറുക്കി ചാക്കിൽ കെട്ടി പുഴയിൽ വിട്ടത്. എവിടെയല്ല, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു വൃദ്ധയായ അമ്മയെ അറുത്തു കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി പുഴയിൽ ഒഴുക്കി. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഞാൻ ഒന്നൊന്നും വിശദീകരിച്ച് പറയുന്നില്ല, സമയത്തിന്റെ ദൗർലഭ്യം മനസ്സിലാക്കി. അപ്പോ ഇൻഷാ അല്ലാഹ് മൂന്നാമത് പറഞ്ഞത്, സ്വന്തം പെൺകുട്ടികൾ സ്വന്തക്കാരാൽ പീഡനത്തിനിരയാവുന്നു. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയുടെ പത്ര കട്ടിങ് എന്റെ കയ്യിലുണ്ട്. 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് സ്വന്തം അച്ഛനിൽ നിന്ന് ഗർഭിണിയായത്, കൊല്ലം ജില്ലയിൽ നിന്ന്. ഇത് കൊല്ലം ജില്ലയുടെ ഒരു കഥ മാത്രമൊന്നുമല്ല. പരിസര പ്രദേശങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പെൺകുട്ടിയെ പീഡനത്തിനിരയാകുമ്പോഴൊക്കെയാണ് പറയുന്നുണ്ട്, മോളെ പുറത്തു പറഞ്ഞു പോകരുത്. എന്താ കാരണം എന്നറിയോ? അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നമായിരുന്നു കാരണം. അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് സ്വന്തം ലൈംഗിക താല്പര്യത്തിനു വേണ്ടി സ്വന്തം രക്തത്തിൽ പിറന്ന 9 വയസ്സുകാരിയെ ഉപയോഗപ്പെടുത്തുന്നു. സമാനമായ സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഉപയോഗപ്പെടുത്തുമ്പോഴൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പുറത്തു പറഞ്ഞാൽ ഞാൻ കൊന്നു കളയും. 4 മാസം കൊണ്ട് ഈ വാർത്ത പരന്നു. ആശുപത്രിയിൽ പോയി അസ്വസ്ഥത പ്രകടിപ്പിച്ച പെൺകുട്ടിയെ അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അറിഞ്ഞത് 4 മാസം ഗർഭിണിയാണ് മോള്. അപ്പോൾ അമ്മയോട് പറഞ്ഞു, ആരുമല്ല അമ്മയെ, സ്വന്തം അച്ഛൻ തന്നെയാണ് പ്രതിയെന്ന്. നിങ്ങൾ നോക്കൂ, ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ അതപ്പതിച്ചു പോകുന്നത്. ധാർമ്മികത ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 4ാമത് പറഞ്ഞ സംശയ രോഗമാണ് ഇതിന്റെയൊക്കെ മറവിൽ, എല്ലാത്തിന്റെയും പിന്നിൽ. 5ാമത് പറഞ്ഞതോ, ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു. എന്റെ പൊന്നുപ്പമാരെ, ഉമ്മമാരെ, ഈ 5 മഹാവിപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനല്ലോ. അപ്പൊ പ്രശ്നം പറഞ്ഞു, ഇനി അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ, പരിഹാരങ്ങൾ. എന്താണ് വഴി? നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാവണമെന്നും ഇമ്പമുള്ള കുടുംബമാവണം നമ്മുടെ കുടുംബമെന്നും ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാണ്. നല്ല പോലെ ഇരിക്കണം. ഇത് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. അപ്പോ ഒന്നുകൂടെ പറയാം, മക്കൾ നല്ലവരാവണം, ഇമ്പമുള്ള കുടുംബമാവണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? 1, കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതന്നെ എന്ന് ആരംഭ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊരു പ്രശ്നത്തിനും പരിഹാരം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ എല്ലാതും കഴിയും. അപ്പോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഒരു കുട്ടി മയക്കുമരുന്നിലേക്ക് അടിമപ്പെട്ടതിന് ശേഷം ദുആ ചെയ്യാൻ പറഞ്ഞതല്ല, അതിലേക്ക് പോകും മുമ്പേ. ഇപ്പൊ ഞാൻ നിങ്ങളെ കുട്ടികളെ കഥ കണ്ട് കൗതുകം തോന്നിയ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നല്ല കുട്ടികളാണ്. ഇപ്പൊ നിങ്ങൾ ദ്വാരക്കണം, പടച്ചോനെ ഈ നന്മ മരണം വരെ നിലനിർത്തി തരണേ. ഏതെങ്കിലും ഒരു കുട്ടി ലഹരിക്ക് അഡിക്റ്റ് ആയതിനു ശേഷം ദ്വാര ചെയ്തിട്ട് കാര്യമില്ല. എന്തിനറിയോ? ഒരംശം നാവിൽ തട്ടിയ പിന്നെ അത് കിട്ടാനുള്ള ആർത്തിയാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നുപ്പമാരെ, പൊന്നുമ്മമാരെ, മക്കൾ നന്നാവാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ദുആ ചെയ്യലാണ്. എങ്ങനെ ദുആ ഇറക്കണം? ഫലാ യൻജൂ മിൻഹാ
ഇല്ലാ മൻ ദഅക ദുആഇൽ ഗരീഖ ഫിൽ ബഹരി. സമുദ്രത്തിൽ വീണ ഒരു മനുഷ്യൻ എങ്ങനെ ദുആ ചെയ്യും? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അത്യാസന്ന നിലയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ദുആ ചെയ്യും? മത്സ്യബന്ധനം നടത്തുന്ന മനുഷ്യനാണ്, അയാൾ മുങ്ങിപ്പോകുന്നു. ഈ മനുഷ്യൻ ദുആ ചെയ്യുന്നത് പോലെ നമ്മുടെ അടുത്തുള്ള കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എന്നാ കുട്ടികൾ എന്താകും? ഇപ്പൊ ഇവിടുത്തെ രക്ഷിതാക്കളൊന്നും കുട്ടികളുടെ കാര്യം പറയാനാണ്, അതൊക്കെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ ഈ ഒരു ഇത്രയും ഒരു സാഹചര്യം ഇവിടെ വന്നത്. അതല്ല, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഒന്ന്. രണ്ട്, കുട്ടികൾ ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന കാര്യം സ്വന്തം രക്ഷിതാക്കൾ ചെയ്യാതിരിക്കുക. കുട്ടികൾ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെ ഉണ്ടോ നമ്മൾ രക്ഷിതാക്കൾ ചെയ്യാതിരിക്കണം. സ്വന്തം കുട്ടികൾക്ക് സ്വന്തം രക്ഷിതാക്കൾ റോൾ മോഡലാവുക. എന്നെ കണ്ട് പഠിക്കും മോനെ മോളെ എന്ന് ഒരു ഉപ്പാക്കും ഉമ്മാക്കും പറയാൻ കഴിയണം. എന്താ പറഞ്ഞത്? എന്നെ കണ്ട് പഠിക്കണം. അതിന് നമ്മൾ മാതൃകയാവണം. നമ്മള് മാതൃകയായിട്ടില്ലേ? ഇന്ന് നമ്മള് എല്ലാത്തിനും ഉണ്ട്, എല്ലാ വൃത്തികേടുകൾ. എന്നാ മക്കൾ ഇതിനേക്കാൾ വലിയ വൃത്തികേടല്ലേ ഉണ്ടാക്കുള്ളൂ. പിന്നെ കുട്ടികൾ ദ്വാരക്കണേ എന്ന് പറഞ്ഞ് ദ്വാര ചെയ്തിട്ട് നമുക്ക് എന്താ കാര്യമുണ്ടാവില്ല, നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് സ്വന്തം കുട്ടികൾക്ക് സ്വന്തം മാതാപിതാക്കൾ റോൾ മോഡലാവുക. എന്നെ കണ്ട് പഠിക്കും മോനെ മോളെ എന്ന് പറയാൻ പറ്റിയവരാവണം രക്ഷിതാക്കൾ. ശിഹാബ് മാഷി ആരാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്നെ കണ്ട് പഠിക്കണം മോളെ മോനെ എന്ന് പറയാൻ പറ്റിയവരാവണം രക്ഷിതാക്കൾ. അല്ലെങ്കിൽ പിന്നെ തോന്നിയതുപോലെ എങ്ങനെയൊക്കെ ജീവിച്ചോ എന്ന് പറയാനല്ലല്ലോ രക്ഷിതാക്കൾ. നമ്മൾ അവർക്ക് മാതൃകയാവണം. ഇന്ന് നമ്മളെ കുട്ടികൾ ജീൻസിന്റെ പാന്റും ടീഷർട്ടും അണിഞ്ഞിട്ടാണ് പുറത്തു പോണത്. ആരെയും ആൺകുട്ടികളല്ല, പെൺകുട്ടികൾ. ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട്. ശപിച്ചു എന്ന് പറഞ്ഞാൽ ശപിക്കും എന്നല്ല, ശപിച്ചു കഴിഞ്ഞു. ഈ ശാപം, ഈ ഡ്രസ് എന്നാണോ ഈ കുട്ടികൾ ധരിച്ചു പോകാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഈ കുട്ടികൾ ഈ ശാപത്തിലാണ്. മക്കൾ നന്നാവൂല. ആൺകുട്ടികളുടെ മുടി മുറിക്കാൻ വേണ്ടി, വകതിരിവെത്താത്ത ആൺകുട്ടിയുടെ മുടി മുറിക്കാൻ വേണ്ടി ബാർബറിലേക്ക് കൊണ്ടുപോവുകയാണ് ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഇക്കാക്ക ഇത്താത്ത. അവിടെ ഗ്ലാസിന്റെ പുറത്ത് ഒരുപാട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. മുടി മുറിച്ച കോലമുണ്ട്, മുറിക്കാത്ത കോലവുമുണ്ട്. നമ്മൾ നിർദ്ദേശം കൊടുക്കുകയാണ് മുടി മുറിക്കുന്ന ബാർബറോട്, എന്റെ കുട്ടിയുടെ മുടി ഈ രൂപത്തിൽ മുറിക്കണേ. നമ്മളാ നിർദ്ദേശം കൊടുക്കണത്. ഇവിടെ അങ്ങനെ മുറിച്ചിട്ടില്ല എങ്കിൽ ആ ബാർബർക്ക് പിന്നെ എല്ലാത്ത കുറവുകളൊന്നും ഉണ്ടാവില്ല. അയാൾ മോശക്കാരനാണ്, എന്തിനും അയാൾ ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് കോലം കെട്ടിയ രൂപത്തിൽ മുടി മുറിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ ബാർബർ അങ്ങനെ മുറിച്ചില്ല എന്നാണ് പരാതി. എന്തേ സംഭവിച്ചത്? നമ്മുടെ കുട്ടികൾ വകതിരിവ് പോലും എത്താത്ത കുട്ടിയുടെ മുടി മുറിക്കാൻ വേണ്ടി സ്വന്തം രക്ഷിതാവാണ് നിർദ്ദേശം കൊടുക്കുന്നത്. ഏതൊരു കുട്ടിയും തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന വ്യവസ്ഥയിലാണ്. പിന്നെയോ സകല വൃത്തികേടുകളും പഠിപ്പിക്കുന്നതും അതിന് കോച്ചിങ് കൊടുക്കുന്നതും അതിന് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നതും ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ. അപ്പൊ ഏതൊരു വൃത്തികേട് ചെയ്താലും നമ്മൾ അതിന് അംഗീകാരം കൊടുക്കണത്, നമ്മൾ അതിന് പ്രോത്സാഹനം കൊടുക്കണത്. ചെയ്യരുത് മോനെ, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് ഒരു ഉപദേശം, ഒരു നിർദ്ദേശം കിട്ടിയാൽ മക്കളത് വൃത്തികേട് കാണിക്കൂല. ഇന്നോ നമ്മൾ റോൾ മോഡലല്ല, കുട്ടികളെ കണ്ടിട്ട് മാതാപിതാക്കളെ കണ്ടിട്ടല്ല ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്. കുട്ടികളിൽ നിന്ന് മാതാപിതാക്കളാണ് പകർത്തുന്നത്. ഈ രീതി തെറ്റാണ്. സ്വന്തം മാതാപിതാക്കൾ റോൾ മോഡലാവുക. 2. 3. ഹലാലായ ത്വയ്യിബായ ഭക്ഷണം കുട്ടികൾ
കുട്ടികൾക്ക് കൊടുക്കുക. കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, ത്വയ്യിബാകണം. ഖുർആനിൽ ഭക്ഷണത്തിന്റെ കഥ പറഞ്ഞിടത്തൊക്കെ രണ്ടും ചേർത്തിയ പറഞ്ഞത് ഹലാലൻ ത്വയ്യിബ എന്ന് കാണും. ഹലാലാവണം, ത്വയ്യിബാകണം, എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. നേരെ മറിച്ച് പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരാൾ തന്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുന്നത് എങ്കിൽ ആ കുടുംബം നന്നാവാൻ പ്രയാസാണ്. എന്തേ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമൽ റിബാ. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ അല്ലാഹു അനുവദിക്കുകയും വഹറമൽ റിബാ, പലിശ അല്ലാഹു നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിഷിദ്ധ ഇടപാടാണ് പലിശ, അത് നടത്താൻ പാടില്ല. അങ്ങനെ നടത്തിയിട്ട് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് കുടുംബം പോറ്റുന്നത്, കുടുംബം നന്നാവില്ല. എവിടെങ്കിലും ഒരു പോറലുണ്ടാകും, ശിഥിലമായി പോകും. അതുകൊണ്ട് ആ ഹലാലായ ത്വയ്യിബായ ഭക്ഷണം കൊടുക്കണം. യംഹഖുർ റിബാ വയുർബിസ് സ്വദഖാത്ത്. യംഹഖുർ റിബാ, പലിശ തൊട്ടതെല്ലാം തകർന്നു പോകും. ഖുർആന പറഞ്ഞത് പലിശ തൊട്ടത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പൊട്ടിപ്പോകും, പൊട്ടിപ്പാളീസാകും, അതിന് നിലനിൽപ്പുണ്ടാവില്ല. ഈ വലിയ സമ്പാദ്യമൊന്നും ആർക്കില്ല. ഒരു 4-5 തെങ്ങണ്ടി നമ്മളെ പറമ്പില് 2 പാടമുണ്ട്. 2 പാടത്തുനിന്ന് 2 കൊല്ലത്തിൽ 2 തവണ നെല്ല് ഉൽപ്പാദിപ്പിക്കും. 6-7 തെങ്ങിൽ നിന്ന് കൊല്ലത്തിൽ 4-5 തവണ, 4 തവണ അല്ലെങ്കിൽ 3 തവണ തേങ്ങ കിട്ടും. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി? ഒരു ചെറിയ മാന്യമര്യാദയ്ക്ക് ഒരു കുടുംബത്തിന് പാർക്കാൻ പറ്റുന്ന ഒതുങ്ങുന്ന ഒരു വീടുണ്ടാക്കി. 4 പെൺകുട്ടികൾ തന്നെ ഓരൊക്കെ കെട്ടിച്ചയച്ചു. 2 ആൺകുട്ടികൾക്ക് മാന്യമര്യാദയ്ക്ക് ഒരു പെണ്ണും കെട്ടിച്ചു കൊടുത്ത് വാപ്പിയമ്മയും പിന്നെയും സുഖമായി കഴിയുക. പിന്നെ ഒരു താല്പര്യം ഹജ്ജിനും ഉംറക്കും പോകണം. അതും അല്ലാഹു എന്തുകൊണ്ട്? മദ്രസയുടെ കാര്യം പറഞ്ഞു വന്നപ്പോ അതിന് നമ്മൾ കൊടുത്തു. പള്ളിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോ നമ്മൾ അതിന് അമാന്തം കാണിച്ചില്ല. യതീംഖാനയുടെ റിസീവർമാര് മാസത്തിൽ 2-3 തവണ നമ്മളെ വീട്ടിലേക്ക് വന്നു. ഇന്ന് വന്നു, നാളെ വരും, ഇനി മറ്റന്നാൾ വരും. ഇതോ പിരിവന്നെ പിരിവ്, ആരും പറഞ്ഞില്ല. പിരിവോട് പിരിവ് ആരും പറഞ്ഞില്ല. എന്തേ? സ്വതക്ക കൊടുത്തത് കൊണ്ട് 25 കൊടുത്തപ്പോ 35 അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഇതാണ് വയോഗ്യസ്വതക്കാസ്. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ ഉയർത്തി. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല സമ്പാദ്യം തരട്ടെ. അല്ലാഹു തആല നമുക്ക് നല്ല സമ്പാദ്യം തരട്ടെ. അപ്പൊ കുട്ടികളെ നന്നാവണം എന്നുണ്ടെങ്കിൽ വയോഗ്യസ്വതക്കാസ്, സ്വതക്ക കൊടുത്ത് കിട്ടുന്ന ആ ലാഭം കൊണ്ട്, സ്വതക്ക ഒരു ഇടപാടാണ്, അങ്ങനെ ഇടപാട് നടത്തിയാലും ലാഭം അല്ലാഹു തരും. അങ്ങനെ ലാഭം കൊണ്ട് മക്കളെ പോറ്റണം, എന്നാ കുട്ടികൾ നന്നാകും. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചെറിയ ഒരു ഉദാഹരണം ഇതിനോട് പറയാം. മഹാനായ അബൂ ഹനീഫ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ നിന്ന് ഒരാട് കളവ് പോയി. അപ്പൊ മഹാനവറുകൾ അന്വേഷിച്ചു, ഒരാടിന്റെ ചുരുങ്ങിയ ആയുസ് എത്രയാണ്? ഒരാടിന് എത്ര ആയുസ് ഉണ്ടാകും ചുരുങ്ങിയത്? ആർക്കെങ്കിലും അറിയോ? എന്നാൽ മഹാനവറുകൾക്ക് കിട്ടിയത് 20 കൊല്ലം ഒരാട് ജീവിക്കുമെന്ന്. 20 കൊല്ലം ആട് ജീവിക്കും. 20 കൊല്ലം മഹാനവറുകൾ ആട്ടിറച്ചി കഴിച്ചില്ല. എന്തേ കാരണം? അറുവശാലയിൽ വരുന്ന ആടിന്റെ മാംസം ഇങ്ങനെ മോഷണം പോയ ആടിൻ്റെതാവാം, ആവാം. ആട് എന്നല്ല, ശുഭത്താണ്, സംശയം. ഹലാലാണോ ഹറാമാണോ എന്ന് തിരിച്ചറിയില്ല. മഹാനവറുകൾ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ഇനി വാപ്പ 20 കൊല്ലത്തിന് ശേഷം ആട്ടിറച്ചി വീട്ടിലേക്ക് കൊണ്ടുവരില്ല. ഭാര്യ കുടുംബത്തോട് പറഞ്ഞു, മൂത്ത കുടുംബത്തോടും പറഞ്ഞു, മക്കളോട് പറഞ്ഞു, എല്ലാരോടും നിർദ്ദേശം കൊടുത്തു, 20 കൊല്ലം ആരും ആട്ടിറച്ചി വാങ്ങാൻ പാടില്ല. എന്തേ കാരണം? അറവുശാലയിൽ വിൽക്കപ്പെടുന്ന മാംസം ഈ കളവ് പോയ ആടിൻ്റെതാവാം. അപ്പൊ കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കണം എന്ന് ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ വിശദീകരിക്കുന്നില്ല. 4-മത്തേത്, 3 പറഞ്ഞു, ഇനി 4-മത്തേത് ആശയവിനിമയം നടത്തുക. കുട്ടികളുമായി നമ്മൾ സംസാരിക്കുക. നമ്മൾ വാക്കെന്ന് പറഞ്ഞ കലത്തോടങ്ങനെ ഇരുന്നാല് അതിനേക്കാൾ വലിയ കലം ആർക്കുണ്ടാവും? മക്കൾക്കുണ്ടാവും. നമ്മൾ ഉമ്മേടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നാലോ, നമുക്ക് നേരത്തെ ഷിഹാബ് മാഷ് പറഞ്ഞതുപോലെ യൂട്യൂബും സ്വന്തം ചാനലുകളും വാട്സാപ്പുകളും ഒക്കെ ധാരാളം ഉണ്ടാകും. പക്ഷേ
അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ നന്നായി കിട്ടാൻ പ്രയാസമാണ്. കൂടെ കൂടെ കുട്ടികളെ നോക്കുക. ഇന്ന് നമ്മളെ കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ആശയവിനിമയം ആവശ്യമാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ സ്നേഹിക്കുക. പകരം സ്നേഹിക്കാൻ വാടകക്കാളെ വിളിച്ചു വരുത്തേണ്ട അല്ലെങ്കിൽ പകരക്കാരെ കൊണ്ടുവരേണ്ട സാഹചര്യം മക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. പകരക്കാരെ സ്നേഹിക്കേണ്ട സാഹചര്യം മാതാപിതാക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. എന്തേ കാരണം എന്നറിയോ? നമ്മളെ കുട്ടികളെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് കുട്ടികൾ നേടിയെടുക്കും. യാതൊരു സംശയവുമില്ല. ഞാൻ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. നമ്മളെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ പകരക്കാരുണ്ടാവും. നമ്മളെ കുട്ടികൾ 9ാം ക്ലാസ്സിൽ തുടങ്ങിയതേക്കാരം ശ്രീനിവാസിനോടുള്ള പ്രേമബന്ധം നേരത്തെ പറഞ്ഞല്ലേ ഞാൻ. അത് ഒരിക്കലും മുറിച്ചാൽ മുറിയാത്ത അവസ്ഥയിലേക്ക് ഇവർ രണ്ടാളും മാറ്റിയെടുക്കും. അതിനവർക്ക് കഴിയും. എന്തുകൊണ്ട് എന്നറിയോ? ആ രീതിയിലുള്ള വാക്കുകളും ഇടപാടുകളും ഒക്കെ നടത്തും. ഇവിടെ നിന്ന് പരപ്പനങ്ങാടിനേക്കാളും ശ്രീനിവാസൻ കയറുക, തിരൂരിൽ നിന്നേക്കാളും ഫർസാന കയറിയിട്ടുണ്ടാവുക. ഫർസാന പരപ്പനങ്ങാടിയിലേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട് എന്ന് പറയും. ഞാൻ ഇത്രാമത്തെ ബോഗിയിലാണ്. പിന്നെ കൊയിലാണ്ടി വരെ വടകര വരെ ഒരു മാപ്പിളയും പെണ്ണുങ്ങളും എങ്ങനെ പോണത്, അല്ലെങ്കിൽ ഒരു ആങ്ങളയും പെങ്ങളും എങ്ങനെ പോണത്, അതേ രൂപത്തിൽ. എന്നാലും ഒളിമറിയൊക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, ഒരു ഒളിയും മറിയില്ല. പരസ്യമായി ഇവർ തമ്മിൽ സംസാരിക്കുന്നു, പരസ്യമായി സ്പർശനങ്ങൾ നടക്കുന്നു, പരസ്യമായി ചുംബനങ്ങൾ നടക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ കുട്ടികളെ സ്നേഹിക്കാത്തത് കൊണ്ടുള്ള കുറവ് മാത്രം. ഞാൻ കഥ പറയുന്നില്ല. പരപ്പനങ്ങാടിയിൽ ഒരു കല്യാണ ദിവസം ഒരു പുതുമണവാളൻ തന്റെ മണവാട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി ആ മണവാട്ടിയുടെ വീട്ടിലേക്ക് വരാനിരിക്കുന്ന സമയം, അഥവാ പുതിയാപ്പള പോകുക എന്ന് പറയും, പുതിയാപ്പള പോരാനുള്ള പുറപ്പാടുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ മണവാട്ടി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ വേറെ ആളെ കൂടെ പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്? പരപ്പനങ്ങാടിയിൽ നിന്ന്. ഞാൻ ഇതൊരു സംഭവം ഇതുപോലെ ഓമച്ചപ്പുഴ റേഞ്ചിൽ പറഞ്ഞപ്പോ അവിടുത്തെ സദുസ്താദ് പറഞ്ഞു, ഉസ്താദെ ആ വീടിന്റെ അയൽവാസി ഞാനാണ്. അതുകൊണ്ട് സനത് മുത്തസിലാണ്. നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ, അതിന്റെ ഒരു ക്ലിപ്പിംഗ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്കത് സനത് മുത്തസിലാക്കാൻ അവിടുത്തെ സദുസ്താദിനെ കിട്ടും ചെയ്തു. ഉസ്താദ് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, ഉസ്താദെ ആ വീടിൻ്റെ അയൽവാസി ഞാനാണ്. നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല, അതിനേക്കാൾ വലിയ ഗൗരവം അവിടെ പറയാനുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾ അറിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ അറിയിച്ചു തരുന്നില്ല. ആര് പറഞ്ഞു? ഇത് അവിടുത്തെ സദുസ്താദ് എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമ്മമാരെ, നമ്മളെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കണം. പകരക്കാരെ നമ്മൾ വെക്കാൻ പാടില്ല. നമ്മളെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും മദ്രസയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ അവരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളുടെ കൂടെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇതാണ് 4ാമത്തേത്, കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. 5ാമത്തേത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 5ാമത്തേത് ഒരുമിച്ച് ഒരു 4-5 കുട്ടികളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, 7 ആളുകൾ, 6 ആളുകൾ, 6 ആൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഉന്മേഷം വീട്ടിലുണ്ട്. എന്നാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മക്കൾ മാതാപിതാക്കൾക്കിടയിൽ സ്നേഹബന്ധം ഉണ്ടാകും. ഇതാണല്ലോ ആവശ്യം. ഇത് വാപ്പ വരുന്നത് എപ്പോഴാ? 10 മണിക്ക് ശേഷം കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും. പോണത് എപ്പോഴാ? 5 മണിയുടെ മുമ്പ്. മക്കൾ ഉണരും മുമ്പേ പോകുന്നു. അതുകൊണ്ട് വാപ്പയാരാണെന്ന് പോലും കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മക്കൾക്ക് പിതാവാരാണ്, പിതാവിന് കുട്ടികൾ ആരാണെന്ന് കണ്ടെത്താനും അവനെ നോക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുപ്പമാരെ, നമ്മളെ കുട്ടികൾക്ക് ഒന്നിച്ച് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു നേരത്തെ ആരെങ്കിലും മക്കളോടൊന്നിച്ച് കഴിക്കാൻ നമ്മൾ സമയം കാണണം. മാതാപിതാക്കൾ സമയം കാണണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഒരു ജമീഅ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും വലാ തഫറഖൂ, വരുന്നവർ അങ്ങനെയല്ല ഭക്ഷണം കഴിക്കേണ്ടത്. ഫഇന്നൽ ബറകത മഅൽ ജമാഅ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് നബി. ഉന്മേഷം ഉപയോഗപ്പെടുത്തിയ ബറക്കത്തുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഉപയോഗപ്പെടുത്തി, അപ്പൊ ബറക്കത്തുണ്ടാകും. നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി തുടരുണ്ടെങ്കിൽ അവസാനിപ്പിക്കണം.
നമ്മൾ സ്വന്തം അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണമേ കഴിക്കാവൂ. മറ്റതോ വിഷം നിറഞ്ഞിട്ടുണ്ടാകും. എല്ലാത്തിനും ഇന്ന് അതിനെ സംബന്ധിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ എനിക്ക് പറയാനുള്ളത് പറയാതെ പോകും. അതുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തുകയാണ്, പുറത്തു പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക. നമ്മുടെ ആരോഗ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി സ്വന്തം വീട്ടിൽ പാകം ചെയ്തുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കുക, കുട്ടികൾക്ക് അത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അഞ്ചാമത്തേത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇനി ആറാമത്തേത് കുട്ടിയുടെ കൂട്ടുകാരൻ ആരാണെന്ന് കണ്ടെത്തുക. നമ്മുടെ ചുമതലയാണ് കുട്ടികളുടെ കൂട്ടുകാരൻ ആരാണെന്ന് കണ്ടെത്തുക എന്നത് നമ്മുടെ ചുമതലയാണ്. മക്കൾ ഉണ്ടായാൽ പോരാ, അവരെ എങ്ങനെ വളർത്തണം, അവരുടെ കൂട്ടുകാർ ആരാവണം നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊരു ചീത്ത വൃത്തികേട് കൊണ്ട് അറിയപ്പെട്ട ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടാവും. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് പറയാനറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എല്ലാ വൃത്തികേടുകളിലും അയാൾ ഉണ്ടാവും. അയാളെ കയ്യൊപ്പില്ലാത്ത ഒരു വൃത്തികേടും ഉണ്ടാവില്ല. എന്നാലോ നമ്മളെ കുട്ടികൾക്ക് ഇവരോട് നടക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. എന്താ അവരുടെ കൂടെ നടന്നുണ്ടാവുക? ഇവനേക്കാൾ വലിയൊരു വൃത്തികേട് ചെയ്യുന്ന ഒരാളായി നമ്മുടെ കുട്ടികൾ മാറും. ഇതല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് കുട്ടിയുടെ കൂട്ടുകാരൻ രാവിലെ വൈകുന്നേരം സ്കൂളിൽ പോകുമ്പോ വരുമ്പോ മദ്രസയിൽ കളിസ്ഥലങ്ങളിൽ ഒഴിവു ദിവസങ്ങളിൽ കുട്ടികളുടെ കൂട്ടുകാരൻ ആണ്. പെണ്ണ് വ്യത്യാസമല്ല, പെണ്ണുങ്ങൾക്കും കൂട്ടുകാരുണ്ട്. കൂട്ടുകാരികളല്ല, കൂട്ടുകാരികളുമുണ്ട് വഴിതെറ്റിയവർ. അതുകൊണ്ട് നമ്മളെ കുട്ടിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് കണ്ടെത്തേണ്ട ചുമതല ഞമ്മക്കാണ്. അമ്മദാജി പറഞ്ഞു സുബൈറിനോട്. എന്താ അമ്മദാജി പറഞ്ഞെന്നറിയോ? അമ്മദാജി പറയാണ് സുബൈറിനോട്, സുബൈർ എന്റെ കുട്ടിനെ ഞാൻ ഇന്ന ആളപ്പം കണ്ടിട്ടുണ്ട്. ഇന്ന ആളെന്ന് പറഞ്ഞത് അവൻ എല്ലാ വൃത്തികേടുകളും അറിയപ്പെട്ട ഒരാളാണ്. അപ്പൊ അമ്മദാജി സുബൈറിനോട് പറയാം, എന്റെ മോനെ നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ നീ ഖേദിക്കേണ്ടി വരും എന്ന് അമ്മദാജി പറഞ്ഞു. അപ്പൊ അമ്മദാജിനോട് സുബൈർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താ മറുപടി എന്നറിയോ? പോയി അമ്മക്ക, നിങ്ങളാരാ എന്റെ കുട്ടിന്റെ കാര്യം നോക്കാന്? അത് നോക്കാൻ ഞാനില്ലേ. ഇതാണ് അമ്മദാജിയോട് സുബൈർ പറഞ്ഞ മറുപടി. എന്തേ കാരണം? ഈ മറുപടി കൊടുത്തത് കൊണ്ട് ഈ കുട്ടി പിന്നെ പത്രത്തിൽ വരെ വരേണ്ട സാഹചര്യം വന്നു. എന്തുകൊണ്ട്? നാട്ടുകാർ പോലും ലജ്ജിച്ചു പോകുന്ന ഒരു വൃത്തികേടിൽ സുബൈറിന്റെ മോനെ ഇടപെടേണ്ടി വന്നു. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നമ്മളെ കുട്ടികളെ കൂട്ടുകാരൻ ആരാണെന്ന് കണ്ടെത്തിയില്ല എങ്കിൽ വലിയ ഒരു ഖേദം നമുക്കൊക്കെ വരാം. ഞാൻ പറയാണ്, നിങ്ങളെ കുട്ടികൾ ടർഫിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരിക്കലും നിങ്ങളെ കുട്ടികളെ രാത്രി ടർഫിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കരുത്. ഇവിടെ ടർഫ് ഉണ്ടെങ്കിൽ നന്മ വിചാരിച്ച് പറയാം. ഒരിക്കലും രാത്രി കാലങ്ങളിൽ ടർഫിലേക്ക് മക്കളെ അയക്കാൻ പാടില്ല. എന്തുകൊണ്ട്? എല്ലാ വൃത്തികേടുകളും ടർഫിൽ നടക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രായത്തിന്റെ കാറ്റഗറി നോക്കിയിട്ടാണ് വൃത്തികേടുകൾ. ടർഫിന്റെ ഉടമ ഒരു പക്ഷേ അതിനൊക്കെ എതിരായിരിക്കും. നമ്മൾ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല, അയാൾ സാമ്പത്തിക ലാഭം നേടിയിട്ട്. പക്ഷെ അവിടെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. കൊടുവള്ളിയിൽ നിന്നാണ് രാത്രി 12:30 മണിക്ക് കളി അവസാനിച്ച് ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കയറി. ഉമ്മ വാതിൽ തുറന്നു കൊടുത്തപ്പോ ഉമ്മയെ കണ്ടപ്പോ അന്യപെണ്ണാണെന്ന് തോന്നി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതെവിടെ നടന്നതാ? കൊടുവള്ളിയിൽ. ഓന് ലഹരി ഉപയോഗിച്ച് ചെന്നു. ഉമ്മയെ കണ്ടപ്പോ അന്യപെണ്ണാണെന്ന് തോന്നി. കയറി പിടിക്കാൻ ശ്രമിച്ചു. ഉമ്മ ഒരു തന്റേടിയായതുകൊണ്ട് അതിനെ നേരിടേണ്ട രൂപത്തിൽ നേരിട്ടു. നോക്കൂ നിങ്ങൾ. അപ്പൊ ഏതൊരു വൃത്തികേടുകളും ടർഫിൽ നടക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രായത്തിന്റെ കാറ്റഗറി അനുസരിച്ചുകൊണ്ട് ടർഫിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ കുട്ടികൾ നമ്മൾ വീട്ടിലുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തുക. പുറത്തിറങ്ങാൻ അയക്കരുത്. പുറത്തിറങ്ങാൻ അയച്ചാൽ എന്താ കുഴപ്പം? ഇങ്ങനെയുള്ള വൃത്തികേടുകളുമായിട്ട് കുട്ടികൾ കയറി വരുള്ളൂ. വാപ്പയാര്, ഉമ്മയാര്, ആങ്ങളയാര്, പെങ്ങളാരെന്ന് തിരിച്ചറിയാത്ത കോലത്തിലെ കുട്ടികൾ പിന്നെ വീട്ടിൽ കയറി വരുള്ളൂ.
അപ്പോ നമ്മളെ കുട്ടിയുടെ കൂട്ടുകാരൻ ആരാണെന്ന് കണ്ടെത്തണം. ഏഴാമത്തേത് ചിട്ടയായ ജീവിതം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. ചിട്ടയായ ജീവിതം. നമ്മക്ക് ചിട്ടയായ ജീവിതം ഉണ്ടോ? കുട്ടികൾക്കുണ്ടാവും. നമ്മക്കില്ലേ? കുട്ടികൾക്കുണ്ടാവൂല. ചിട്ടയായ ജീവിതം എന്ന് പറഞ്ഞാൽ മദ്രസന്റെ 4ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. ഉറങ്ങുമ്പോ ബിസ്മിക റബ്ബി ചൊല്ലണം. അപ്പൊ 4ാം ക്ലാസ്സിൽ ഉറങ്ങുമ്പോ ബിസ്മിക റബ്ബി ചൊല്ലണമെന്നേ പഠിക്കുള്ളൂ. ആ കുട്ടി 7ാം ക്ലാസ്സിലേക്ക് എത്തിയാലോ ഒന്നുകൂടി മാറി. ഉറങ്ങുന്നതിന്റെ മുമ്പേ വുളു എടുക്കണം, എന്നിട്ട് ബിസ്മിക റബ്ബി ചൊല്ലണം, എന്നിട്ട് കിടക്കണം. ഉറക്കിൽ നിന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന പറയണം. ഉറക്കിൽ നിന്ന് ഉണർത്തുമ്പോ വിളിച്ചുണർത്താണ് ഉമ്മ. ഉറങ്ങാൻ വേണ്ടി കുട്ടികൾ പോവുകയാണ്. അപ്പൊ ഉമ്മ പറയണം, എന്ത് മോളെ ഫർസാന, നീ ഉറങ്ങാനാ പോണത്. ഇശാ നിസ്കരിച്ചില്ലേ? നിസ്കരിച്ചു. വുളു മുറിഞ്ഞിട്ടില്ലല്ലോ, നീ ആ വുളുവോട് പോയി കിടന്നോ, ബിസ്മിക റബ്ബി ചൊല്ലാൻ മറന്നുകൊണ്ട. ആര് പറയണം? ഉമ്മ പറയണം. ഉമ്മ പറയണം. ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട്, ഉസ്താദുമാര് പറഞ്ഞാൽ പോരാ. ഉസ്താദുമാരെ അതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഉസ്താദുമാരെക്കാൾ നമ്മൾ വീട്ടിൽ ഉമ്മമാർ ഈ വിഷയം ശ്രദ്ധിച്ചാൽ കുട്ടികൾ നന്നാവും. ഉറക്കിൽ നിന്ന് ഉണർത്തുമ്പോ ഉമ്മ പറയണം, മോളെ നീ മദ്രസയിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന പറയാൻ മറന്നുപോണ്ട എന്ന് പറയണം. ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്താന് ഉമ്മ പോവുകയാണ്. ഉമ്മ പോകുമ്പോ മക്കളോട് പറയണം, മോളെ ഫർസാന, നീ മദ്രസയിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഉറക്കിൽ നിന്ന് ഉണർന്നു അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന പറയാൻ മറന്നുകൊണ്ട. ആര് പറയണം? ഉമ്മ പറയണം. ടോയ്ലറ്റിലേക്ക് കയറുകയാണ് കുട്ടി. അപ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക പറയാൻ കുട്ടികളോട് ഉമ്മ നിർദ്ദേശം കൊടുക്കണം. മക്കൾ അത് പറയും. ഉസ്താദുമാരെ പഠിപ്പിക്കുന്നുണ്ട്. ടോയ്ലറ്റ് പോണത് ഉസ്താദുമാർക്ക് നോക്കിക്കാൻ പറ്റുമോ? ഉമ്മ കാണുന്നുണ്ട്. കാണുമ്പോ ഉമ്മ പറയണം, എന്ത്? ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള ദിക്ർ എന്താ പറയണം? ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ദിക്ർ ഉമ്മ പറയണം. എന്താ ദിക്ർ? ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽഅദാബ അഫാനി. നമ്മൾ ടോയ്ലറ്റിൽ പോയപ്പോൾ വിസർജനം നടന്നില്ല. എന്തൊരു ഇടർക്കൽ വന്നു, പ്രയാസങ്ങൾ വന്നു. എന്നാൽ ഈ പ്രയാസങ്ങളൊക്കെ നീക്കി തന്ന അല്ലാഹ് നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് നമ്മൾ പറയണം. നമ്മുടെ കുട്ടികളോട് പറയാൻ നമ്മൾ നിർദ്ദേശിക്കണം. ഇതാണ് ചിട്ടയായ ജീവിതം, മതബോധം. ഈ മതബോധം അല്ലെങ്കിൽ എന്താ വരാൻ പോകുന്നത്? തനി ലിബറിസം. ലിബറിസം എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിവാസം. മതത്തിന്റെ അതിരുകൾ ലംഘിക്കുക എന്നതാണ്. മതത്തിന്റെ അതിരുകൾ ലംഘിക്കുക എന്നതാണ്. ഇപ്പൊ നോക്കും സാറേ, കൂടി ബെഞ്ചാറാവണ്ട, അവസാനിപ്പിക്കാം. നീക്കുപോക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തിരിയാണ്. അപ്പോ പിന്നെ ഏതാ പറഞ്ഞുകൊണ്ടത്? കുട്ടികൾ മതബോധം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചിട്ടയായ ജീവിതം നഷ്ടപ്പെടും. ചിട്ടയായ ജീവിതം അല്ലെങ്കിലോ ലിബറിസം ഉണ്ടാവുക. ലിബറിസം എന്ന് പറഞ്ഞാൽ എന്താ? മതബോധം, മതത്തിന്റെ അതിരുകൾ ലംഘിക്കുക, പാലിക്കാതിരിക്കുക. നമുക്കൊക്കെ മതത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇന്ന് ആ നിയമങ്ങളൊന്നും പാലിക്കണില്ല. വാപ്പാക്ക് വേണമെങ്കിൽ മകളെ വിവാഹം ചെയ്യാം, ആങ്ങൾക്ക് പെങ്ങളെ വിവാഹം ചെയ്യാം, പിന്നെ മകന് ആൺകുട്ടികൾക്ക് ആൺകുട്ടികളെ വിവാഹം ചെയ്യാം, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്യാം. ഇതാണ് ലിബറിസം. ഇന്ന് ഇതൊക്കെ നടന്നു തുടങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ ഇത് നടന്നു തുടങ്ങി. അതുകൊണ്ട് എന്റെ പൊന്നുമ്മമാരെ, പൊന്നുമ്മമാരെ, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാട് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ മതബോധം, അതോടുകൂടി ചിട്ടയായ ജീവിതം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനമായി ചെറിയ ഒരു സംഭവം കൂടെ കാണിക്കാം. അബുമൻ എന്ന് പറയുന്ന ഒരു 26 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഉറങ്ങിക്കിടക്കുന്ന ഉപ്പാപ്പയെയും ഉമ്മാമയെയും അറുത്തു കൊലപ്പെടുത്തിയത്. ഉപ്പാപ്പയെയും ഉമ്മാമയെയും അറുത്തു കൊലപ്പെടുത്തി. 26 വയസ്സുള്ള അബുമൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. തൃശൂർ ജില്ലയിലാണ് സംഭവം. അവൻ ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ പേരാണ് MDMA. 75 വയസ്സുള്ള അബ്ദുള്ള എന്ന ഉപ്പാപ്പയെയും 64 വയസ്സുള്ള ഉമ്മാമയെയും അറുത്തു കൊലപ്പെടുത്തി. ആരാ പ്രതി? സ്വന്തം പേരക്കുട്ടി. അതിന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇവിടെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് തളർന്നു
തളർന്നു കിടക്കുന്ന ഒരു ഉമ്മയെയാണ് ഏക മകൻ അറുത്തു കൊലപ്പെടുത്തിയത് താമരശ്ശേരിയിൽ. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു ചെറുപ്പക്കാരൻ 5 പേരെ നിമിഷങ്ങൾ കൊണ്ട് കൊലപ്പെടുത്തിയത്. ഇതൊക്കെ ഇവൻ ആണിയടിക്കുന്ന ചുറ്റിയ കൊണ്ടാണ് ഓരോരുത്തരെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയത് 1 മണിക്കൂറിനുള്ളിൽ. എന്തായിരുന്നു കാരണം എന്നറിയോ? ഇതിൻ്റെ ഒക്കെ പിന്നിൽ ലഹരിയാണ്. അതുകൊണ്ട് നമ്മുടെ നാടും നമ്മുടെ കുട്ടികളും നമ്മുടെ വീടും ഇതിൽ നിന്നൊക്കെ മുക്തമാവണം. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങകലെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ പറഞ്ഞത് നമുക്കൊക്കെ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ ഒരു ദുരന്തം ഇനി ഭാവിയിൽ വരാനുണ്ട്. ആ ദുരന്തത്തെ നമ്മൾ എങ്ങനെ നേരിടണം? ഈ ഒരു ചെറിയ ഉത്ബോധനം കൊണ്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അവസാനമായി നബി തങ്ങൾ പറഞ്ഞു, മാതാവിനെയും പിതാവിനെയും അറുത്തു കൊലപ്പെടുത്തുകയും അവർക്കെതിരെ ലൈംഗിക താല്പര്യം വെച്ച് നടക്കുകയും ചെയ്യുന്ന മക്കളെ പോറ്റി വളർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ചന്തയിൽ പോയി ഒരു നായക്കുട്ടിയെ വാങ്ങി പോറ്റി വളർത്തലായിരിക്കും എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. എന്റെ നായക്കുട്ടിയെ വാങ്ങി ഗേറ്റിന്റെ അടുക്കൽ പാർപ്പിച്ചാൽ ഒരു പ്രാണി കയറി വരികയാണെങ്കിലും കുറച്ച് ശബ്ദം ഉണ്ടാക്കി ആട്ടി ഓടിക്കും. ഇത് ഉറങ്ങുമ്പോ ഒപ്പം കടത്തിയ പേരക്കുട്ടിയാണ് ആരെ കൊലപ്പെടുത്തിയത്? വാപ്പാനി ഉമ്മാനി. അതുകൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെടണം. അള്ളാഹു നമ്മുടെ മക്കളെ മുത്തഖീങ്ങളാക്കട്ടെ. വിഷമ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറയും, കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണമെന്ന് പറയാറുണ്ട്. അല്ലാഹു തആല എല്ലാവരെയും മക്കളെ സ്വലീഹങ്ങളാക്കി തരട്ടെ, മുത്തഖീങ്ങളാക്കി തരട്ടെ. 2 ലോകത്തും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ മക്കളെ മാറ്റി തരട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന്, മറ്റു പല മുസീബത്തുകളിൽ നിന്ന്, മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്രയും സമയങ്ങൾ നിങ്ങളിവിടെ ചെലവഴിച്ചു, നമ്മളിവിടെ ചെലവഴിച്ചു. ഇത് നാളെ അർശിന്റെ തണൽ ലഭ്യമാവാൻ കാരണമുള്ള ഒരമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ഖബറിൽ നന്മയുണ്ടാവാൻ ഈ സദസ്സ് കാരണമാക്കി തരട്ടെ. ആഖിബത്ത് നന്നാവാൻ ഈ സദസ്സ് കാരണമാക്കി തരട്ടെ. പള്ളിക്കും മദ്രസക്കും ദീനി സ്ഥാപനങ്ങൾക്കും പുണ്യസമസ്തയുടെ തഹിയ്യ ഇതിനൊക്കെ ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളെയും കൊടുത്ത സ്വതക്ക കാരണം അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ അവസരം തന്ന നിങ്ങളെല്ലാവരെയും പ്രശംസിക്കുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങോട്ടും ദുആക്കണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ കുട്ടികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ഓരോ മദ്രസയിലും ചെല്ലുമ്പോൾ ഇങ്ങനെ രക്ഷിതാക്കളോട് പറയും, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസ ബോർഡ്